ഹലോ എവ്രി വൺ, അക്കോർഡിംഗ് ടു ദ ടാരോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ പേര് രാജലക്ഷ്മി. സോ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ്. എന്താണ് ഡിവൈൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ രണ്ട് ഡെക്സ് ആണ് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിങ്സ് വേണ്ട പ്രേക്ഷകർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സെയിൽസ് ടീമിൻ്റെ നമ്പറും അവൈലബിൾ ആണ്. ഇൻസെൻസ് സ്റ്റിക്ക്, ഈവിൾ ഐ, പ്യൂരിഫിക്കേഷൻ, ലവ് ആൻഡ് ഹാർമണി ആൻഡ് സിനമൺ ഓറഞ്ച് സ്റ്റിക്ക് അവൈലബിൾ ആണ്. മണി കപ്പ് ആൻഡ് എഡ്യൂക്കേഷണൽ കപ്പ് ഇസ് ഓൾസോ അവൈലബിൾ, റെഡി സ്റ്റോക്ക് ആണ്. ഓക്കെ, സോ ഇന്നത്തെ ഗൈഡൻസ് എന്താണ് പ്രേക്ഷകർക്ക്? ഇന്നത്തെ ഗൈഡൻസ് അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. കൈൻഡ്ലി എന്നെ അവിടെയും ഫോളോ ചെയ്യുക. ഷോർട്സ് ഞാൻ ആദ്യം ഇൻസ്റ്റാഗ്രാമിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് കഴിഞ്ഞാണ് യൂട്യൂബിൽ വരുന്നത്. ഓക്കെ, ഓൾ റൈറ്റ്. Guidance for according to the tarot viewers and subscribers. Guidance. Okay, no, I'm not going to take this. Okay, one by one cards please. Guidance endana guidance? Five of Pentacles, Seven of Swords. ഒരു തീം വന്നിരിക്കുകയാണ് എപ്പോഴും, 5 ഓഫ് പെൻറ്റക്കിൾസ്. ബിക്കോസ് ലാസ്റ്റ് 2 റീഡിങ്സ് ഐ തിങ്ക് എനിക്ക് 5 ഓഫ് പെൻറ്റക്കിൾസ് ലഭിച്ചിട്ടുണ്ട്, ഐദർ ഈ ചാനൽ അല്ലെങ്കിൽ എൻലൈറ്റൻ എൻചാൻറ്റഡ് 1111. ഓക്കെ, ലെറ്റ്സ് സീ. ഓ വാവ്. സോ പ്രേക്ഷകർക്ക് ഗൈഡൻസ് വരുന്നത് ദാറ്റ് നിങ്ങളുടെ മനസ്സിലെ അഭാവം, ഓക്കെ, ഏതോ ഒരു വിഷിനു വേണ്ടി പ്രേക്ഷകർ ഭയങ്കരമായിട്ട് അസ്വസ്ഥതയിലാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു കാര്യം നടക്കുന്നില്ല. നിങ്ങൾ പല ആഴ്ചകൾ, പല വർഷങ്ങൾ ഈ ഒരു വിഷിനു വേണ്ടി നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആണ്. ആഫർമേഷൻസ് പറയുന്നു, സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, പക്ഷെ നിങ്ങൾക്കത് ലഭിക്കുന്നില്ല. നിങ്ങൾ പല ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ, ആയത് വർക്ക് റിലേറ്റഡ് ആകാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആകാം. അവിടെ നിങ്ങൾ ഏറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഷ് ഫുൾഫിൽ ആകുന്നതാണ്. ഓക്കെ, യു ആർ ഗോയിങ് ടു ഗെറ്റ് ദ വിഷ്. ചിലർക്ക് വിത്തിൻ 9 days, ചിലർക്ക് വിത്തിൻ 9 months. ഓക്കെ, സോ നിങ്ങളുടെ വിഷ് ചെറുതാണെങ്കിൽ 9 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വലിയൊരു വിഷ് ആണെങ്കിൽ 9 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഈ വിഷ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വിഷ് കിട്ടുന്ന സമയത്ത് ഇഫ് ഇറ്റ് ഈസ് സംതിങ് അറൗണ്ട് ലൈക്ക് പാർട്ടി അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാരെ എൻഗേജ് ചെയ്യുന്ന ഒരു വിഷ് ആണെങ്കിൽ റെഡ് കളർ ഡ്രസ്സ് ധരിക്കൂ. മെയിൽസ് ആണെങ്കിൽ റെഡ് കളർ അല്ലെങ്കിൽ റെഡ് പാറ്റേണിലുള്ള ഷർട്ട്സ് ധരിക്കൂ. ഫീമെയിൽസ് ആണെങ്കിൽ റെഡ് കളർ ആണ് നിങ്ങൾ ധരിക്കേണ്ടത്. ഓക്കെ, സക്സസിൻ്റെ കാർഡാണ്. ഈ വിഷ് നിങ്ങളുടെ കയ്യിൽ വരും. ഓക്കെ, അതിനൊപ്പം തന്നെ ഒരു ചോയ്സും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ ചാരിയറ്റ് കാർഡ് ആൻഡ് ലവേഴ്സ് കാർഡ് വളരെയധികം ശ്രദ്ധിക്കേണ്ട 2 കാർഡുകളാണ്. ഓക്കെ, നിങ്ങൾക്ക് സക്സസ് ആണ്, വിജയമാണ്, നിങ്ങളുടെ വിഷ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതിലൂടെ വലിയൊരു സക്സസ് തന്നെ നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ വിജയം ഇഫ് കരിയർ റിലേറ്റഡ് വിജയമാണ് അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് വിജയം ആണെങ്കിൽ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈഡ് ഉണ്ട്. ഓക്കെ, എനിക്കിവിടെ കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ദാറ്റ് നിങ്ങൾ നേർച്ച ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്തുകൊണ്ടോ ഈ വിഷ് ഫുൾഫിൽ ആയി കഴിയുമ്പോൾ നിങ്ങൾ ആ നേർച്ച ചെയ്യില്ല. ഓക്കെ, സോ അങ്ങനെയുണ്ടെങ്കിൽ നോ, ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങളൊരു നേർച്ച പറഞ്ഞതാണ്, ഇപ്പോൾ നിങ്ങൾക്കത് വലിയ ചെറിയൊരു നേർച്ചയായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റസിന് പറ്റുന്ന ഒരു നേർച്ചയല്ലെന്ന് തോന്നുന്നുവെങ്കിൽ പോലും നിങ്ങൾ നേർച്ചയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഗോ ആൻഡ് ഡു ഇറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കേണ്ടി വരുന്നതാണ്. അവിടെ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് എന്ത് ശരിയായി തോന്നുന്നു. ഓക്കെ, ഇതും വരുന്നുണ്ട് ദാറ്റ് പുതിയ കിട്ടിയ ഒരു സന്തോഷത്തിന് വേണ്ടി പഴയ അസറ്റ്സ് കളയരുത്. ഓക്കെ, പഴയ ആസറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ആസറ്റ്സ് എന്തുമാകാം, മെറ്റീരിയൽ ആസറ്റ്സ് ആകാം, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്,
നല്ല റിലേഷൻഷിപ്പ്, ഏതൊക്കെ റിലേഷൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു, ഇപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റസ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. സപ്പോസ് നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിച്ചു എന്ന് കരുതിക്കോ, ആൻഡ് ഒത്തിരി പണം കിട്ടി, നിങ്ങൾ ഒരു വലിയ മാൻഷൻ വാങ്ങിച്ചു, പുതിയ സ്ഥലത്ത് നിങ്ങൾ മാറി, എല്ലാം നല്ല കാര്യങ്ങളായി, പുതിയ പുതിയ ആൾക്കാർ, പുതിയ പുതിയ കൂട്ടുകാർ എല്ലാവരും നിങ്ങൾക്ക് വന്നു. എന്നാൽ നിങ്ങൾക്ക് ഈ ലോട്ടറി കിട്ടുന്നതിന് മുമ്പ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരും. ആ സമയങ്ങളിൽ നിങ്ങൾക്കൊപ്പം നിന്ന ആൾക്കാരെ ജസ്റ്റ് ബിക്കോസ് നിങ്ങളുടെ പുതിയ സ്റ്റേറ്റസുമായിട്ട് അവർ ഈക്വൽ അല്ല, അവരെ മാറ്റി നിർത്തരുത്. ഓക്കെ, ഇതെനിക്കറിയില്ല ആർക്കാണെന്നുള്ളത്, പക്ഷേ നിങ്ങളിൽ ആർക്കോ ഈ ഒരു ഇൻഫർമേഷൻ ലഭിക്കേണ്ടതാണ്. ദാറ്റ് നിങ്ങളുടെ സ്റ്റേറ്റസിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ഈ സ്റ്റേറ്റസിന് വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ, നിങ്ങൾക്ക് എപ്പോഴും കൂടെ നിന്ന ആൾക്കാരെ, നിങ്ങൾക്കൊരു വാക്കിൽ ഉപകാരം തന്ന ആൾക്കാരെ മറക്കരുത്. ഓക്കെ, ഓൾറൈറ്റ്. സോ ലെറ്റ്സ് സീ. ചോയ്സസ് എപ്പോഴും ടൈം എടുത്തിട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, ബിക്കോസ് ലവേഴ്സ് കാർഡാണ്. ഉടനെ ചോയ്സ് എടുത്തു കഴിഞ്ഞാൽ റിഗ്രറ്റ് ചെയ്യേണ്ടി വരാം. സോ ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. എന്താണ് ഗൈഡൻസ്? 8 ഓഫ് കപ്സ്. ചിലർ യാത്ര പോകാൻ ഇടയാവുന്നതാണ്. 8 ഓഫ് പെൻറ്റിക്കിൾസ്, 8. ഓ, 6 ഓഫ് പെൻറ്റിക്കിൾസ്. ഓൾറൈറ്റ്. ആൻഡ് ഹൈ പ്രീസ്റ്റസ്. ഓക്കെ, ചില പ്രേക്ഷകർ ധാർമ്മിക യാത്രയിൽ പോകുന്നതാണ്. ഓക്കെ, സ്പിരിച്വൽ റിട്രീറ്റ്. നിങ്ങൾ നിങ്ങളുടെ ദേവാലയങ്ങളിൽ പോവുകയോ അല്ലെങ്കിൽ സ്പിരിച്വലുള്ള സ്ഥലങ്ങളിൽ തൊഴാൻ പോവുകയോ ചെയ്യുന്നതാണ്. പക്ഷേ അവിടുന്ന് നിങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് അല്ലെങ്കിൽ കരിയർ ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ വരുന്നതാണ് നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ ഏറെ ബാലൻസ്, ഫൈനാൻഷ്യൽ ബാലൻസ് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, ഫൈനാൻഷ്യലി ബാലൻസ് കൊണ്ടുവരും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജോലി ചെയ്തിരുന്ന ആൾക്കാരിൽ നിന്നൊക്കെ നിങ്ങൾ മാറിപ്പോകും. മൈറ്റ് ബി എ ബിസിനസ് എവിടെ ഒത്തിരി പേരുടെ ആവശ്യമില്ല. ഓക്കെ, അല്ലെങ്കിൽ ഒരു കരിയർ ഫീൽഡ് എവിടെ 1-2 സഹപ്രവർത്തകരുടെ ആവശ്യമേ വരുന്നുള്ളൂ. ഓക്കെ, സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷെ നിങ്ങൾ ബാലൻസ്ഡായിരിക്കും. ഓക്കെ, ഫാമിലി വൈസ്, റിലേഷൻഷിപ്പ് വൈസ്, ഫ്രണ്ട്സ് വൈസ് ആൻഡ് മണി വൈസ് നിങ്ങൾ ബാലൻസ്ഡായിരിക്കും. ഹൈ പ്രീസ്റ്റസ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സ്പിരിച്വൽ റിട്രീറ്റ് കഴിഞ്ഞു കഴിയുമ്പോൾ ഈ സ്പിരിച്വാലിറ്റി, ഈ ഒരു ധാർമ്മിക ക്ഷേത്രങ്ങൾ പോയി വരുന്നത്, വാട്ട് എവർ യു ആർ ഗോയിങ് ടു ഡു, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നടത്തുന്ന ഒരു ധാർമ്മിക കാര്യമായിരിക്കാം. ഇത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ സ്പോട്ട് ഓൺ ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഓഫ് മൈ ഗുഡ്നസ്, എനിക്ക് നല്ല തലവേദന പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോൾ. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ തേർഡ് ഐ ചക്ര ഓപ്പൺ ആകുന്നതാണ്, ആക്റ്റീവ് ആകുന്നതാണ്. ആൻഡ് ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് പെർ മിനിറ്റ് നിങ്ങളുടെ ഓരോ കാര്യത്തിനും ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഏതൊക്കെ പ്രേക്ഷകർക്ക് ഇങ്ങനത്തെ ഒരു സംഭവം നടക്കാൻ പോകുന്നോ, ഡു ദിസ്. നിങ്ങളുടെ കയ്യിലൊരു പേപ്പർ അല്ലെങ്കിൽ ചെറിയ നോട്ട്ബുക്ക് പോലെ ഒരു ചെറിയ ജേർണൽ എപ്പോഴും വെക്കൂ. എപ്പോഴൊക്കെ ഐഡിയാസ് വരുന്നു, എപ്പോഴൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നു, അത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തുകൊണ്ടേയിരിക്കും. ബിക്കോസ് ഇത് ഇൻറ്റ്യൂഷനാണ്. ഇൻറ്റ്യൂഷൻസ് മീൻ ഇൻഫോർമേഷൻ മീൻസ് ഈ ഇൻഫോർമേഷനാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഒരു ഇൻഫോർമേഷനും നിങ്ങൾ കളഞ്ഞു പോകരുത്. സോ യു നീഡ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. ഓക്കെ, ഓൾറൈറ്റ്. സോ ബിക്കോസ് ഇപ്പോൾ മൂൺ ന്യൂ മൂൺ ആണ്. സോ ഐ വിൽ ടേക്ക് മൂണോളജി കാർഡ് ആസ് വെൽ. സോ മൂണോളജി കാർഡ് എന്താണ്? ഡിവൈൻ ഗോഡസ് മൂണിൻ്റെ ഇൻഫർമേഷൻ എന്താണ് മൂൺ പറയാൻ ആഗ്രഹിക്കുന്നത്? വാവ്, പ്രോസ്പെരിറ്റി ലൈസ് അഹെഡ്. സി, നിങ്ങളുടെ പ്രോസ്പെരിറ്റിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഉയർച്ചയാണ്, സാമ്പത്തിക നേട്ടങ്ങളാണ്. സാമ്പത്തിക നേട്ടങ്ങൾ മാത്രമല്ല, ഒരു പണം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. ഓക്കെ,
ചിലരുടെ ഫേസിൽ ഭയങ്കര ഗ്ലോ അപ്പ് ആയിരിക്കും, ചിലരുടെ വീട്ടിലെപ്പോഴും സന്തോഷമായിരിക്കും. ഓക്കെ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. സോ ഐ തിങ്ക് ആർക്കാണോ ഈ പ്രോസ്പെരിറ്റി ലഭിക്കാൻ പോകുന്നത് അവരുടെ ലൈഫിൽ ഒത്തിരി സന്തോഷങ്ങൾ വന്ന് നിറയുന്നു. ദാറ്റ് ഈസ് നിങ്ങളുടെ ഫേസിൽ എപ്പോഴും ഒരു സന്തോഷം ഉണ്ടായിരിക്കുക, സ്മൈലിംഗ് ഫേസ് എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ആൻഡ് പല ലക്ഷറി ഐറ്റംസ് നിങ്ങൾ വാങ്ങിക്കുന്നതാണ്. ഇൻഫാക്ട് നിങ്ങൾ ഡൊണേറ്റും ചെയ്യുന്നതാണ്. ഓക്കെ, ദാറ്റ്സ് സോ ബ്ലെസ്ഡ് എനർജി, വളരെ ബ്ലെസ്ഡ് എനർജിയാണിത്. ഡോണ്ട് ലെറ്റ് പ്രൈഡ് ഗെറ്റ് ഇൻ യുവർ വേ. ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞിരുന്നു. ഓക്കെ, ഓൾറെഡി ഞാൻ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ടാരോയിൽ തന്നിട്ടുണ്ട്. യെസ്, നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി ഏറെ വരുന്നു, നിങ്ങൾക്ക് സന്തോഷം ഏറെ വരുന്നു, നിങ്ങളുടെ സ്റ്റേറ്റസ് സൊസൈറ്റിയിലും ഉയരുന്നുണ്ട്, അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഉയരുന്നുണ്ട്. പക്ഷേ പ്രൈഡ്, ഓക്കെ, നിങ്ങൾ ആരെക്കാട്ടിലും വലുതല്ല. റിമെമ്പർ ദാറ്റ്. ഓക്കെ, ദൈവമാണ് വലുത്. നിങ്ങൾ ഏത് ദൈവത്തെ വിശ്വസിക്കുന്നു? നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നില്ല, ഏഞ്ചൽസിനെ വിശ്വസിക്കുന്നെങ്കിൽ ഏഞ്ചൽസാണ് വലുത്. നിങ്ങൾ നാസ്തിക്കാണ്, ദാറ്റ് ഈസ് ഈശ്വരനെ വിശ്വസിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഡിവൈൻ, അല്ലെങ്കിൽ യൂണിവേഴ്സ്, അതായിരിക്കുമല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് വലുത്, നിങ്ങൾ അല്ല. ഓക്കെ, സോ ജസ്റ്റ് ബിക്കോസ് നിങ്ങളുടെ പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ലിവിങ് മോഡ് ഇത്രയും കൂടി ബെറ്റർ ആകുകയാണ്, നല്ലൊരു രീതിയിൽ വരികയാണ്, അതിൻ്റെ അർത്ഥം മറ്റുള്ളവരെ താഴ്ത്തി സംസാരിക്കണം എന്നതല്ല. ബി വെരി മൈൻഡ്ഫുൾ ഓഫ് ദാറ്റ്. കാരണം ഇത് എനർജിയാണ്. നിങ്ങളുടെ അടുത്തൊരു എനർജി വരുമ്പോൾ ആ എനർജി നിങ്ങൾക്ക് പോസിറ്റിവിറ്റി തരുമ്പോൾ നിങ്ങളും മറ്റാൾക്കാർക്ക് പോസിറ്റിവിറ്റി കൊടുക്കണം എന്നുദ്ദേശിച്ചാണ് ആ എനർജി നിങ്ങളുടെ കയ്യിൽ വരുന്നത്. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു പോസിറ്റീവ് എനർജി വന്നു കഴിയുമ്പോൾ നിങ്ങൾ അതിനെ നെഗറ്റീവായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ ആ എനർജി നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. സോ ഡു നോട്ട് ഈവൻ ട്രൈ ടു ബി പ്രൗഡ്. ഓക്കെ, ഡു നോട്ട്. ഓക്കെ, സ്വയമേ ഒരു നല്ല ഒരു ധാരണ ഉണ്ടായിരിക്കണം. യെസ്, ഐ എം കേപ്പബിൾ ആൻഡ് ഞാൻ ഇത് അച്ചീവ് ചെയ്തു. ഓക്കെ, പക്ഷേ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആളോട് അതേ എളിമയും അതേ റെസ്പെക്റ്റ് അതേ ഡിഗ്നിറ്റിയോട് സംസാരിക്കുകയും വേണം. ഓൾ റൈറ്റ് ഗൈസ്, സോ ഇതാണ് നിങ്ങളുടെ ഈ സ്വീറ്റ് ഷോർട്ട് റീഡിങ്. ഐ പെർട്ടിക്കുലർലി ലവ് ദിസ് റീഡിങ് ആൻഡ് അണ്ടർ ദ ഡെക്ക് എ ന്യൂ സ്റ്റാർട്ട് ഇസ് കമ്മിങ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഐശ്വര്യമാണ്, സന്തോഷമാണ്. പുതുവർഷം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ആണ് കൊണ്ടുവരുന്നത്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ അറിയിക്കൂ എങ്ങനെ ഉണ്ടായിരുന്നു ഈ വീഡിയോ, എങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ റെസനേറ്റ് ആയി. ഓക്കെ, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.